എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഈസി ആയിട്ട് ജീര റൈസും ദാൽ കറിയും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നമുക്കത് കുക്ക് ചെയ്യാം. അത് നല്ലോണം വാഷ് ചെയ്തിട്ട് ബോയിൽ ചെയ്താൽ മതി. കുക്കറിലും വെക്കേണ്ട, സോക്കിയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ബോയിൽ ചെയ്യാൻ വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഓയിൽ അരി കട്ട പിടിക്കാതിരിക്കാനായിട്ട്, ചോറ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അരി നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വെള്ളമൊക്കെ നല്ലോണം ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി. ഇനി നമുക്കത് ജീര റൈസാക്കി മാറ്റാം. അതിലേക്ക് ഇപ്പോൾ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗീ ചേർക്കാം. ഇപ്പോൾ ഗീ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. ഇപ്പോൾ ജീരകം നല്ല പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നെക്സ്റ്റ് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന റൈസ് ചേർക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ജീര റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിന് കോമ്പിനേഷനായിട്ട് ദാൽ കറി ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. മൂങ് ദാലാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് ദാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നമുക്ക് വേവിക്കാം. കുക്കറിലൊരു സിംഗിൾ വിസിൽ മതി. അപ്പോൾ തന്നെ അത് കുക്കായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ദാൽ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യാനില്ല നമുക്ക്. ഇപ്പോൾ നമ്മുടെ ദാൽ കറിയും ജീര റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എളുപ്പം ട്രൈ ചെയ്താൽ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ ഇപ്പോൾ കുറച്ച് കേടും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ പൊളി വിളിക്കും.